ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ തേവാരപ്പതികങ്ങൾ എന്ന കൃതിയിലെ 4-ാമത് പതികത്തിലെ 1-ാമത് പാടലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. തരിചനം തിരുട്ടി തിരുചിയങ്കളറ്റ് തികമ്പരിയായി പര്യടനം ചെയ്യും പണ്ഡിതരുള്ളം പലികൊടുത്ത് തുരിചറച്ചുട്ടു തത്വങ്ങളറ്റ് തനി മുതലായി കരിജനം കണ്ട കറൈ കണ്ടരൻ കുലദൈവമേ. തരിജനം തിരുട്ടി തിരുചിയങ്കളറ്റ് തികമ്പരിയായി പര്യടനം ചെയ്യും പണ്ഡിതരുള്ളം പലികൊടുത്ത് തുരിചറച്ചുട്ട് തത്വങ്ങളറ്റു തനി മുതലായി കരിജനം കണ്ട കറൈ കണ്ടരൻ കുലദൈവമേ. തരിജനം തിരുട്ടി തിരുചിയങ്കൾ അറ്റ് ദർശനം, ദൃഷ്ടി, ദൃശ്യമെന്നീ ഭേദങ്ങൾ നശിച്ച് തികമ്പരിയായി ദിഗംബരന്മാരായി പര്യടനം ചെയ്യും ചുറ്റിത്തിരിയുന്ന പണ്ഡിതർ ജ്ഞാനികൾ ഉള്ളം പലികൊടുത്ത് മനസ്സ് ബലി കഴിച്ച് തുരിച്ച് അറച്ചുട്ട് പാപദോഷ ദുഃഖാദികൾ അറുന്നതുവരെ ചുട്ടുകരിച്ച് തത്വങ്ങൾ അറ്റ് തത്വങ്ങൾക്കെല്ലാം അതീതരായി തീർന്ന് തനി മുതലായി കേവല ജ്ഞാനമായി കരിജനം കണ്ട തെളിമയോടുകൂടി ദർശിച്ച് അനുഭവിച്ച കറൈ കണ്ടർ, കറ കണ്ഠത്തിലുള്ളവൻ, അതായത് നീലകണ്ഠൻ, എൻ കുലദൈവമേ, എൻ കുലദൈവതമേ, എൻ്റെ കുലദൈവതമാകുന്നു. ഈ പാടലിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്: ദൃഷ്ടി, ദർശനം, ദൃശ്യം, അതായത് കണ്ണ്, കാണൽ, കാഴ്ച എന്നീ ത്രിപുടി ഭേദത്രയം നശിച്ച് ദിഗംബരന്മാരായി ചുറ്റിത്തിരിയുന്ന അവധൂത പണ്ഡിതന്മാർ മനസ്സു ബലി കഴിച്ച് സമസ്ത പാപദോഷ ദുഃഖാദികളെയും പൂർണ്ണമായി ചുട്ടു നശിപ്പിച്ച് തത്വങ്ങൾക്കെല്ലാം അതീതരായി സ്വയം ഉയർന്ന് ആത്മാവിൽ ദർശിച്ചനുഭവിച്ചറിഞ്ഞ തെളിവാർന്ന നീലകണ്ഠൻ എൻ്റെ കുലദൈവതമാകുന്നു. വസ്തുബോധവും വസ്തുതാബോധവും ചിത്തത്തിൽ പ്രതിഷ്ഠിച്ചിരുത്തുന്ന ബോധവൃത്തിയാണ് അറിവ്. 3ആയി പിരിഞ്ഞു നിൽക്കുന്ന അറിവിൻ്റെ നിലകളെയാണ് വേദാന്തികൾ ത്രിപുടി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ത്രിപുടി അറ്റ നിലയിൽ അറിവിൻ്റെ കേവലത ദർശിച്ച് തത്വങ്ങൾക്കെല്ലാം അതീതമായി ബുദ്ധിയെ പാകപ്പെടുത്തി എല്ലായ്പ്പോഴും ദേശാടനത്തിൽ ഏർപ്പെട്ടു ജീവിക്കുന്ന ഒരു കൂട്ടം പണ്ഡിതന്മാരുണ്ട്. അവധൂതന്മാർ എന്നാണ് അവർ അറിയപ്പെടുന്നത്. ബ്രഹ്മസ്ഥിതന്മാരായി ബ്രഹ്മചിന്തയിൽ മനസ്സുറപ്പിച്ച് സ്വയം മറന്നുള്ള പര്യടനങ്ങളിലാണ് അവധൂതന്മാർ ഏർപ്പെടുന്നത്. അവർക്ക് ശരീരചിന്തയോ വിശപ്പോ ദാഹമോ ഒന്നുമില്ല. ശരീരചിന്ത ഇല്ലാത്തവരായതുകൊണ്ട് വസ്ത്രധാരണത്തിൽ പോലും അവർ ശ്രദ്ധിക്കാറില്ല. ദിഗംബരന്മാരായി സഞ്ചരിക്കുന്ന കൂട്ടരാണവർ. സന്യാസത്തിൻ്റെ ഈ ഒരു ഘട്ടമാണ് ദിഗംബരത്വത്തോടുകൂടിയ പര്യടന കാലഘട്ടം. പുണ്യപാപ ചിന്തകളും സുഖദുഃഖാദി വികാരങ്ങളുമൊക്കെ ശരീരവും മനസ്സുമായുള്ള ബന്ധം നിലനിൽക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ഒരു അവധൂതനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സ് ബ്രഹ്മത്തിൽ സദാ ലീനമായതിനാൽ മറ്റ് യാതൊരുവിധ ചിന്തകളും അയാളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുകയില്ല. അവധൂതന്മാർ
ശിവയോഗികൾ കൂടിയാകുമ്പോൾ ശിവോഹം എന്ന അനുഭൂതി മാത്രമേ അയാൾക്കുണ്ടായിരിക്കുകയുള്ളൂ. പ്രപഞ്ച സൃഷ്ടിയിൽ ശിവതത്വം, ശക്തിതത്വം, സദാശിവതത്വം, ഈശ്വരതത്വം, സദ്വിദ്യാതത്വം, മായാതത്വം എന്നിങ്ങനെ 6 തത്വങ്ങൾ അന്തർഭവിച്ചിട്ടുണ്ടെന്ന് ശൈവ സിദ്ധാന്തം അനുശാസിക്കുന്നു. എന്നാൽ ഈ തത്വങ്ങൾക്ക് സ്ഥാനമുള്ളത് പ്രപഞ്ച സൃഷ്ടിയുടെ സന്ദർഭത്തിൽ മാത്രമാണ്. പ്രപഞ്ചം വാസ്തവത്തിൽ ഇല്ലാത്തതാണെന്നുള്ള ബോധം ഉറച്ചു കിട്ടിയാൽ പിന്നെ ഇപ്പറഞ്ഞ തത്വങ്ങൾക്കൊന്നും സ്ഥാനമില്ല. അങ്ങനെയാണ് തത്വങ്ങൾ അറ്റ അവസ്ഥ സംജാതമായിത്തീരുന്നത്. അറിവും അറിയുന്നവനും അറിയൽ പ്രക്രിയയും സമന്വയിക്കുന്ന ബോധാവസ്ഥയിൽ എത്തിച്ചേരുന്ന ശിവയോഗി കാണുന്നത് ശുദ്ധ ബ്രഹ്മസ്വരൂപനായ നീലകണ്ഠനെയാണ്. ശിവൻ നീലകണ്ഠനായത് കാളകൂട വിഷക്കറ കണ്ഠത്തിൽ ഉറഞ്ഞുകൂടിയത് മൂലമാണെന്നാണ് പുരാണങ്ങൾ ഉദ്ഘോഷിക്കുന്നത്. ദേവാസുരന്മാർ ചേർന്ന് അമൃതിനു വേണ്ടി പാലാഴി കടഞ്ഞപ്പോൾ അതിന് വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് കാലപ്രതീകമായ വാസുകി ഛർദ്ദിച്ച കാളകൂടം മോന്തിയ ശിവൻ ആ വിഷത്തെ തന്നിലേക്കു തന്നെ സന്നിവേശിപ്പിച്ചുകൊണ്ട് നിത്യാമൃത ലബ്ധിക്കു വേണ്ടി സ്വയം ബലി കഴിക്കുന്ന പ്രതീകവൃത്തിയിലാണ് ഏർപ്പെട്ടത്. ആ വിഷം ഉറഞ്ഞുകൂടിയുണ്ടായ ശിവന്റെ നീലകണ്ഠം ഒരു പ്രതീക കാവ്യബിംബമാണ്. പാലാഴിയും പാലാഴി മഥനവും അന്യാപദേശ ദൃഷ്ടാന്തങ്ങളായതുകൊണ്ട് ശിവന്റെ നീലകണ്ഠത്തെയും ദൃഷ്ടാന്ത കാവ്യബിംബമായി മനസ്സിലാക്കുമ്പോൾ ശിവന്റെ നീലകണ്ഠം കറയറ്റ ജ്ഞാനബിംബമായി പരിണാമപ്പെടും. അങ്ങനെയുള്ള ശിവനെ കുലദൈവതം എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ വാഴ്ത്തിയിരിക്കുന്നത്. ജ്ഞാനികളുടെ ദൈവതം എന്ന തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ പാടലിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ തേവാരപ്പതികങ്ങൾ എന്ന കൃതിയുടെ 4ാമത് പതികത്തിലെ 2ാമത് പാടലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ആധാരചത്തിൻ പരിപൂരണത്തിൽ അജത്പിരപഞ്ചം പാതാരഗീതം ഭവിക്കും. അപ്പച്ചം പിടിവിടാതെ നാദപരയിൽ നടുനിன்ற നാട്ടനഴുവി ആത്മബോധം കെടുത്തു പുനരുത്തുതി വിട്ടതെൻ ദൈവമേ. ആധാരചത്തിൻ പരിപൂരണത്തിൽ അജത്പിരപഞ്ചം പാതാരഗീതം ഭവിക്കും. അപ്പച്ചം പിടിവിടാതെ നാദപരയിൽ നടുനിன்ற നാട്ടനഴുവി ആത്മബോധം കെടുത്തു പുനരുത്തുതി വിട്ടതെൻ ദൈവമേ. ആധാരചത്തിൻ പരിപൂരണത്തിൽ സർവത്തിനും ആധാരമായിരിക്കുന്ന സദ്വസ്തുവിൻ്റെ സമ്പൂർണതയിൽ അജത്പിരപഞ്ചം അസത് പ്രപഞ്ചം ബാധാരഹിതം ഭവിക്കും, ബാധാരഹിതമായി തീരും. അപ്പച്ചം ആ പക്ഷം, ആ നിലപാട് പിടിവിടാതെ കൈവിട്ട് കളയാതെ നാദപരയിൽ നാദ ബ്രഹ്മത്തിൻ്റെ നടുനിன்ற നാട്ടൻ അഴുവി, നടുനിലയിൽ നിന്നുകൊണ്ടുള്ള നോട്ടം അഴുവി നശിച്ച് ആത്മബോധം കെടുത്ത് അഹംബോധം അറ്റ് പുനരുത്തുതി വിട്ടത്, വീണ്ടും പഴയ സ്ഥിതിയെ പ്രാപിക്കാതിരിക്കുന്നത് എന്താണോ അത് എൻ ദൈവമേ, എൻ്റെ ദൈവം തന്നെയാകുന്നു. ഈ പാടലിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്: സർവത്തിനും ആധാരമായിരിക്കുന്ന സത് വസ്തുവിൻ്റെ
സമ്പൂർണത അനുഭവവേദ്യമായി തീരുമ്പോൾ അസത്തായ പ്രപഞ്ചപ്രതീതി അജ്ഞാനബാധ വിട്ടൊഴിഞ്ഞ് തിരോഭൂതമായി ഭവിക്കും. അനുഭൂതികമായ ആ നില കൈവിട്ടുകളയാതെ നാദത്തിനും അതീതമായിട്ടുള്ളത് യാതൊന്നാണോ അതിൻ്റെ നടുനില, അതായത് സത്താസാരം കണ്ടെത്തി അതിലുറച്ചു നിൽക്കുന്നതോടെ സത്യാന്വേഷണം പൂർണ്ണമാകും. അവിടെ ഞാൻ എന്ന ബോധം പോലും ഇല്ലാതെയായിത്തീരുന്നു. പിന്നീട് ആ ബോധം തിരികെ പൊന്തി വരാതിരുന്നാൽ അതാകുന്നു സായുജ്യ പദപ്രാപ്തി. ആ നിലയാകുന്നു എൻ്റെ ദൈവം. ദൈവം ആരാകുന്നു എന്നും എന്താകുന്നു എന്നുമുള്ള അന്വേഷണത്തിൽ ഏർപ്പെട്ട ശ്രീനാരായണ ഗുരുദേവൻ കണ്ടെത്തിയ ദൈവത്തെയാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രകാശാത്മകവും പ്രസാദാത്മകവുമായ ജ്ഞാനസ്വരൂപത്തെയാണ് ഗുരുദേവൻ ദൈവമായി സാക്ഷാത്കരിച്ചത്. ആധാരചത്തിൻ പരിപൂരണത്തിൽ അചത് പിരപഞ്ചം പാതാരഹിതം പവിക്കും എന്നാണ് ഈ പാടലിൻ്റെ ആദ്യ പകുതിയിൽ പറഞ്ഞിരിക്കുന്നത്. സർവത്തിനും ആധാരമായി വർത്തിക്കുന്ന ഉണ്മാവിശേഷം അഥവാ സത്ത് ജ്ഞാനാഗ്നിമയമാകുന്നു. അഗ്നിഗുണമായ പ്രകാശത്തെ സത്യദർശികളായ ഋഷിമാർ ദൈവമായി ദർശിച്ചു. ലോകമതങ്ങളിലെല്ലാം അഗ്നിയും സൂര്യനും ദൈവസ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ രഹസ്യം ഇതാണ്. ഭാരതീയമായ സൂര്യോപനിഷത്ത് അഗ്നിപ്രഭാവത്തെയും സൂര്യപ്രഭാവത്തെയും വിശകലനം ചെയ്ത് സത്യദർശനം നേടിയെടുക്കാൻ സഹായിക്കുന്ന ഉപനിഷത്താണ്. സത്തല്ലാത്തത്, അതായത് ഉണ്മയില്ലാത്തത് എന്നാണ് അസത്ത് എന്ന പദത്തിൻ്റെ വാഗർത്ഥം. പ്രപഞ്ചത്തെ അസത്തായിട്ടാണ് ഋഷീശ്വരന്മാർ ദർശിച്ചത്. പ്രകർഷേണ പഞ്ചിക്കുന്നതെന്താണോ അതാണ് പ്രപഞ്ചം. അഞ്ചിൻ്റെ കൂട്ടമാണ് പഞ്ചം. ആകാശം, ഭൂമി, ജലം, വായു, അഗ്നി ഇവയാണ് പഞ്ചമഹാഭൂതങ്ങൾ. പഞ്ചഭൂതാത്മകമല്ലാത്തവയായി പ്രപഞ്ചത്തിൽ യാതൊന്നുമില്ല. അക്കാരണത്താലാണ് വിശ്വത്തെ അഥവാ ജഗത്തിനെ പ്രപഞ്ചം എന്ന് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ള പ്രപഞ്ചം അസ്ഥിരവും അനിത്യവും അനുനിമിഷം മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമാണ്. അതുകൊണ്ടാണ് പ്രപഞ്ചത്തെ അസത്ത് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. സർവാധാരമൂലമായ സദ്വസ്തുവിനെ ശരിയായി മനസ്സിലാക്കുന്ന പ്രക്രിയ പൂർത്തിയാകുന്ന അവസ്ഥയെയാണ് ആധാരചത്തിൻ പരിപൂരണം എന്ന് ഗുരുദേവൻ വിശേഷിപ്പിച്ചിരിക്കുന്നു. താത്വിക ചിന്താമണ്ഡലത്തിൽ മാത്രം അനുഭവവേദ്യമായി തീരുന്ന ഇപ്പറഞ്ഞ അവസ്ഥയ്ക്ക് അപ്പുറത്തുള്ള ഒരു ജ്ഞാനതലം കൂടിയുണ്ട്. കേവല ജ്ഞാനത്തിൻ്റെ പ്രകാശത്തിൽ സ്വയം അലിഞ്ഞമരുന്ന അവസ്ഥയാണത്. നാദം കടന്നു തനിയേ വിലസുന്ന നിന്മയി എന്നാണ് ആത്മോപദേശ ശതകത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ ഈ അവസ്ഥയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. നാദപര എന്നിവിടെ പ്രയോഗിച്ചിരിക്കുന്നതിൻ്റെയും അർത്ഥം ഇതുതന്നെയാണ്. നാദം അഥവാ ശബ്ദം ആകാശഗുണമാണ്. സ്ഥൈതീകതയുടെ തലം വിട്ടുനിന്നുകൊണ്ട് കാതോർക്കുന്ന തത്വചിന്താഗ്രാഹകന് മാത്രം അനുഭവവേദ്യമായി തീരുന്ന ആനുഭൂതിക നിലയെയാണ് ആധാരചത്തിൻ പരിപൂരണം എന്ന് ഗുരുദേവൻ വാഴ്ത്തിയിരിക്കുന്നത്. അറിവിൻ്റെ കേവലതയിൽ നിന്നും ഉറന്നുവരുന്ന നാദമാണ് ആകാശത്തെ ധ്വനിമയമാക്കി തീർക്കുന്നത്. ആ നാദബ്രഹ്മധ്വനി കേട്ട് അതിലമർന്ന് അതായിത്തീരുന്ന അവസ്ഥയെയാണ് നാദപര എന്ന് ഗുരുദേവൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അവിടെ അഹംബോധത്തിന് സ്ഥാനമില്ല.
അങ്ങനെയുള്ള കേവല ജ്ഞാനത്തെയാണ് ഗുരുദേവൻ ദൈവമായി ദർശിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് ഈ പാടലിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ തേവാരപ്പതികങ്ങൾ എന്ന കൃതിയിലെ 4-ാമത് പതികത്തിലെ 3-ാമത് പാടലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. വാനറ്റു മണ്ണെരുപ്പെരുപ്പറ്റു വനന്തിശൈക്കുറ്റമറ്റു കാനറ്റു കാലചക്കിരപ്പിരമമറ്റു കതിരൊളിവായി ജ്ഞാനക്കനൽ കരിയറ്റു യാതിർക്കുരുമൂലമറ്റു മാനങ്ങളറ്റു മകാമൗനമെൻ കൺമണി ദൈവമേ. വാനറ്റു മണ്ണെരുപ്പെരുപ്പറ്റു വനന്തിശൈക്കുറ്റമറ്റു കാനറ്റു കാലചക്കിരപ്പിരമമറ്റു കതിരൊളിവായി ജ്ഞാനക്കനൽ കരിയറ്റു യാതിർക്കുരുമൂലമറ്റു മാനങ്ങളറ്റു മകാമൗനമെൻ കൺമണി ദൈവമേ. വാനറ്റു, വാൻ അറ്റു, വാനം അതായത് ആകാശമില്ലാതെയായി, ആകാശബോധം. മണ്ണെരുപ്പെരുപ്പറ്റു, മൺ നെരുപ്പ് എരുപ്പ് അറ്റു. മണ്ണ്, തീയ മുതലായവ മൂലമുണ്ടാകുന്ന ദുഃഖങ്ങൾ ഇല്ലാതെയായി. വനം ദിശൈ കുറ്റമറ്റു, വാസസ്ഥാനം, ദിക്കുകൾ എന്നിവയുടെ ദോഷം അകന്നുകിട്ടി. കാൻ അറ്റു, കാമവാസനകളെല്ലാം അറ്റുപോയി. കാലചക്കിരപ്പിരമമറ്റു, കാലചക്രഭ്രമം ഇല്ലാതെയായി. കതിരൊളിവായി, കേവല പ്രകാശമായി. ജ്ഞാതിർ കുരു മൂലമറ്റു, ജ്ഞാതിർ ബന്ധുക്കൾ, കുരു ഗുരു, മൂലം കുലം അറ്റു, ഈ ബോധമെല്ലാം ഇല്ലാതെയായി. മാനങ്ങളറ്റു, പ്രമാണങ്ങൾക്കെല്ലാം അതീതനായി തീർന്ന് മകാമൗനം, മഹാമൗനിയായി നിലകൊള്ളുന്ന കൺമണി എൻ ദൈവമേ. അന്തർദർശന പുണ്യമാകുന്നു എൻ്റെ ദൈവം. ഈ പാടലിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്. ആകാശം, ഭൂമി, അഗ്നി മുതലായവയെല്ലാം ഇല്ലാതെയായിത്തീരുന്നതും സർവദുഃഖങ്ങളും വിട്ടൊഴിഞ്ഞതും സ്ഥലബോധം, ദിഗ്ബോധം, കാമവാസന, കാലബോധം തുടങ്ങിയവയെല്ലാം വിട്ട് ഒഴിഞ്ഞതുമായ കേവല ജ്ഞാനപ്രകാശമായി തീർന്ന് കരിയറ്റ ജ്ഞാനക്കനലായി ഭവിച്ച് ഗുരുശിഷ്യബന്ധം, കുലബന്ധം, കുടുംബബന്ധം മുതലായവയിൽ നിന്നെല്ലാം മുക്തനായി സർവപ്രമാണങ്ങൾക്കും അതീതനായി മഹാമൗനത്തിൽ അമർന്നിരിക്കുമ്പോൾ തെളിഞ്ഞു വിലസുന്ന അന്തർദർശന പുണ്യം എൻ്റെ ദൈവമാകുന്നു. ചിന്തോദ്ദീപകവും ഗഹനാർത്ഥപുഷ്ടവുമായ ഒരു ധ്യാനമന്ത്രമാണിത്. ദൈവത്തെ ജ്ഞാനസ്വരൂപതയോടുകൂടി ദർശിക്കുകയും സാക്ഷാത്കരിക്കുകയും ചെയ്ത ഗുരുദേവൻ്റെ ധ്യാനാനുഭവമാണ് വാങ്മയ ചിത്രമായി ഇവിടെ വരഞ്ഞിട്ടിരിക്കുന്നത്. വാനറ്റ് മണ്ണെരുപ്പ് എരുപ്പറ്റ് വനം ദിശൈക്കുറ്റം അറ്റ് കാൻ അറ്റ് കാലചക്കിര പിരമം അറ്റ് കതിർ ഒളിവായി ജ്ഞാനക്കതിർ കരിയറ്റ് ജ്ഞാതിർക്കുരു മൂലമറ്റ് മാനങ്ങളറ്റ് മകാമൗനം എൻ കൺമണി ദൈവമേ എന്നിങ്ങനെ പദച്ഛേദം നടത്തി വ്യാഖ്യാനിച്ചാൽ മാത്രമേ പാടൽ രൂപത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഈ ധ്യാനമന്ത്രത്തിൻ്റെ പൊരുളകം വെളിപ്പെടുത്തി അറിയാൻ സാധിക്കും. വാനറ്റ് എന്ന പ്രയോഗം ആകാശബോധമില്ലാതെയായിത്തീരുന്ന അവസ്ഥാപ്രാപ്തിയെയാണ് സൂചിപ്പിക്കുന്നത്. സ്ഥൈതിക ബോധമറ്റ അവസ്ഥയാണിത്. തനിക്ക് സ്ഥിതി ചെയ്യാൻ ഒരു ഇടമുണ്ട് എന്നുള്ള തോന്നൽ
അഹംബോധത്തിൻ്റെ ഉൽപ്പന്നമാണ്. താൻ സ്വതന്ത്ര സത്തയുള്ള ആളാകുന്നു എന്ന ധാരണയാണ് അഹംബോധത്തെ ജനിപ്പിക്കുന്നത്. വിശ്വാകാശം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഏകവും അഖണ്ഡ സ്വരൂപമാർന്നതുമായ പരബ്രഹ്മം മാത്രമാകുന്നു എന്നും താൻ ആ പരബ്രഹ്മത്തിലെ കണികകളിൽ ഒന്ന് മാത്രമാകുന്നു എന്നുമുള്ള അറിവ് ചിത്തത്തിൽ പ്രതിഷ്ഠിതമായാൽ ആകാശബോധം, അതായത് സ്വത്വാവകാശബോധം ഇല്ലാതെയായിത്തീരും. മണ്ണെരുപ്പ്, മണ്ണെരുപ്പ്, എരുപ്പറ്റ്, ഭൂമി, അഗ്നി മുതലായവയാൽ ഉണ്ടാകുന്ന ദുഃഖം അറ്റ അവസ്ഥ എന്നാണ് ഈ പ്രയോഗത്തിൻ്റെ വാച്യാർത്ഥം. ഭൂമിയും അഗ്നിയും എങ്ങനെയാണ് ദുഃഖകരങ്ങളായി ഭവിക്കുക? മണ്ണിലുള്ള ആശ മണ്ണിൽ അവകാശം സ്ഥാപിക്കാനുള്ള ആഗ്രഹം ജനിപ്പിക്കും. ആ ആഗ്രഹം പലപ്പോഴും മനസ്താപത്തിന് കാരണമായി സംഭവിക്കുക തന്നെ ചെയ്യും. ഭൂമിയിലുള്ള സർവ ജീവജാലങ്ങൾക്കും ഭൂമിയിലുള്ള അവകാശം തുല്യമാണ്. മനുഷ്യന് ഭൂമിയിൽ പ്രത്യേക അവകാശങ്ങളൊന്നും തന്നെയില്ല. പ്രകൃതി സൃഷ്ടങ്ങളായ ഒരു ജീവിയെപ്പോലും ആട്ടിയകറ്റാനോ ഭൂപ്രദേശങ്ങൾ സ്വന്തമാക്കി കൈവശപ്പെടുത്താനോ പ്രകൃതി നിയമം മനുഷ്യനെ അനുവദിക്കുന്നില്ല. ഈ ബോധം തെളിഞ്ഞു കിട്ടിയാൽ മണ്ണെരുപ്പ് ഇല്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേരാനായി സാധിക്കും. ഈശാവാസ്യം ഇതം സർവം എന്ന ഔപനിഷദ വാക്യപ്പൊരുൾ ഉറച്ചു കിട്ടുകയും ചെയ്യും. ആനുഭൂതികമായ ഈ ജ്ഞാനനിലയിൽ എത്തിച്ചേരുമ്പോഴാണ് മണ്ണെരുപ്പ് എരുപ്പറ്റ അവസ്ഥ സംജാതമായിത്തീരുന്നത്. വനം തിശൈ കുറ്റം അറ്റ് കാനറ്റ്. വനമെന്ന പദത്തിനിവിടെ നാം കൈവശപ്പെടുത്തി നമ്മുടെ അധീനതയിലാക്കി തീർത്തിട്ടുള്ള ഭുവനം അഥവാ സ്വകാര്യ കൈവശഭൂമി എന്ന അർത്ഥമാണുള്ളത്. തിശൈ കുറ്റം ദിഗ്ബോധ വിഭ്രാന്തിയാണ്. ഭൂമി അതിവിശാലവും ദിഗന്ധവ്യാപ്തിയോടുകൂടിയതുമാണ്. അങ്ങനെയുള്ള ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോൺ അതിരുകൾ കെട്ടിത്തിരിച്ച് കൈവശപ്പെടുത്തുകയും തങ്ങളുടെ അധിനിവേശത്തിൽ ഊറ്റം കൊള്ളുകയും ചെയ്യുന്നതിനെ ദിഗ്ബോധ ഗർവ് എന്ന് വിശേഷിപ്പിക്കാം. ഈ ഗർവ് അജ്ഞാനത്തിൻ്റെ ഉൽപ്പന്നമാണ്. അനന്തവും അജ്ഞാതവും അവർണ്ണനീയവുമായ ഭൂമാവിൽ ആധിപത്യം സ്ഥാപിക്കാനും അധിനിവേശാഭിമാനം കൊള്ളാനും ശ്രമിക്കുന്നവർക്ക് ജീവിതം സമാധാനപൂരിതമാക്കി തീർക്കാൻ സാധ്യമല്ല. ഇക്കാര്യം മനസ്സിലാക്കി ജീവിക്കുന്നവരാണ് വനം തിശൈക്കുറ്റം അറ്റവർ. കാലചക്കിര പിരമമറ്റ് കതിരൊളിവായി ജ്ഞാനക്കനൽ കരിയറ്റ്. കാലചക്രഭ്രമമാണ് ആയുഷ്കാല നിർണയം മുതലായ കാര്യങ്ങൾക്ക് കാരണമായി ഭവിക്കുന്നത്. ആയുഷ്കാലം ഭദ്രമാക്കി തീർക്കാനുള്ള കരുതലുകളാണ് ധനാർജനത്തിനും അധികാര പദവികൾക്കും വേണ്ടിയുള്ള കിടമത്സരങ്ങൾക്ക് വഴിതെളിക്കുന്നത്. ജീവിതം അനിത്യമാണെന്നും ശ്രേയസ്സും പ്രേയസ്സും ആപേക്ഷികങ്ങളാണെന്നും പ്രകൃതി നിയതിക്ക് വിധേയമാണ് മനുഷ്യയത്നങ്ങളെന്നുമുള്ള വിചാരമുള്ളവർ ലോകനിയതിക്ക് വിരുദ്ധമായി ഒന്നും ചെയ്യുകയില്ല. കാലമാണ് ആയുസ്സിൻ്റെ ഗതിവിഗതികൾ നിശ്ചയിക്കുന്നതെന്നുള്ള ബോധമുണ്ടായാൽ കാലചക്രഭ്രമം തനിയേ വിട്ടൊഴിയും. ജ്ഞാനാഗ്നി ഊതിത്തെളിക്കാനും ജ്ഞാനക്കനൽ കരിയറ്റതാക്കി തീർക്കാനും നിത്യാനന്ദലബ്ധി സുസാധ്യമാക്കി തീർക്കാനുമുള്ള മാർഗമാണിവിടെ ഉപദേശിച്ചിരിക്കുന്നത്. ജ്ഞാനക്കതിർ മൂലമറ്റു മാനങ്കള്ളറ്റു മകാമൗനമൻ കൺമണി ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ധ്യാനമന്ത്ര സ്വഭാവമുള്ള ഈ പാടൽ ഉപസംഹരിച്ചിരിക്കുന്നത്. കുലബന്ധം, കുടുംബബന്ധം, ഗുരുശിഷ്യബന്ധം തുടങ്ങിയ ബന്ധങ്ങളെല്ലാം വ്യവസ്ഥാപിതവും മനുഷ്യ കൽപ്പിതങ്ങളുമാണ്. സ്വാർത്ഥപരവും പക്ഷപാതപരവുമായ മാനങ്ങളാണ് ഈ ബന്ധങ്ങളുടെ കണ്ണികളായി വർത്തിക്കുന്നത്. വിശ്വപ്രകൃതിയുടെ വിധാനീയ ക്രമങ്ങളിൽ ഈ വക വൈകാരിക ബന്ധങ്ങൾക്കൊന്നും സ്ഥാനമില്ല. അറിവിൻ്റെ പരകോടിയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സും ചിത്തവും
മഹാമൗനത്തിൽ അമരും. ആ അവസ്ഥയിൽ എത്തിച്ചേരുന്നതിനെയാണ് പരബ്രഹ്മ സായുജ്യ പദപ്രാപ്തി എന്ന് പറയുന്നത്. ജ്ഞാനസാധകൻ തൻ്റെ അന്തർദൃഷ്ടിയിൽ ദർശിക്കുന്ന സത്യാനുഭവമാണ് യഥാർത്ഥ ദൈവം. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോതും മൊഴിയും ഓർക്കിൽ നീ എന്ന് ശ്രീനാരായണ ഗുരുദേവൻ ഇക്കാര്യം ദൈവദശകത്തിലും സ്വയം സാക്ഷ്യരൂപേണ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ പാടലിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ തേവാരപ്പതികങ്ങൾ എന്ന കൃതിയിലെ 4ാമത് പതികത്തിലെ 4ാമത് പാടലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. 33 മുമ്മൂർത്തികൾ ഭേദമറ്റു കർപ്പിതത്വൈതപ്പിരപഞ്ചമാം കാനർ കമലമറ്റു മുപ്പൊരുളറ്റു മുപ്പാരറ്റു മുത്തികൾ മൂன்றுമറ്റു മുற்பടും മുക്കട്കുരുമണ്ണിക്കോവൻ കുലദൈവമേ. 33 മുമ്മൂർത്തികൾ ഭേദമറ്റു കർപ്പിതത്വൈതപ്പിരപഞ്ചമാം കാനർ കമലമറ്റു മുപ്പൊരുളറ്റു മുപ്പാരറ്റു മുത്തികൾ മൂன்றுമറ്റു മുற்பടും മുക്കട്കുരുമണ്ണിക്കോവൻ കുലദൈവമേ. മുപ്പത്തിമുക്കോടിയറ്റു. 33 ദേവതാസങ്കല്പമില്ലാതെയായി. മുമ്മൂർത്തികൾ ഭേദമറ്റു, ത്രിമൂർത്തി ഭേദം നശിച്ചു. കർപ്പിതത്വൈതപ്പിരപഞ്ചമാം കൽപ്പിതമായ ദ്വൈത പ്രപഞ്ചമാകുന്ന കാനർ കമലം അറ്റു. കാനർ കമലം എന്ന് പറഞ്ഞാൽ കാനൽ കമലമാണ്, കാനൽ ജലത്തിലെ താമര. അതില്ലാതെയായി. മുപ്പൊരുളറ്റു, ജീവൻ ജഗത്ത് ഈശ്വരൻ എന്നീ ഭേദം നശിച്ചു. മുപ്പാരറ്റു, ത്രിലോക സങ്കല്പവും ഇല്ലാതെയായി. മുത്തികൾ മൂன்றுമറ്റ്, മുക്തിയിലേക്കുള്ള 3 ഘട്ടങ്ങളെയും കടന്ന് മുற்பടും, മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന മുക്കട്, മുക്കണ്ണനായ കുരുമണ്ണിക്കോവ് എൻ കുലദൈവമേ. കുരുമണ്ണിക്കോ എന്ന് പറഞ്ഞാൽ ഗുരുരത്നം, ഗുരുരത്നമായ മഹാദേവൻ എൻ്റെ കുലദൈവമാകുന്നു. ഈ പാടലിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്. 33 ദേവന്മാർ ഉണ്ടെന്ന സങ്കല്പവും ത്രിമൂർത്തി സങ്കല്പവും കൽപ്പിതമായ ദ്വൈത ഭാവവും കാനൽ ജലത്തിലെ താമരയുമില്ലാതെയായി. ജീവൻ ജഗത്ത് ഈശ്വരൻ എന്നീ ഭേദചിന്തകളും വെടിഞ്ഞ് ത്രിലോക സങ്കല്പവും മറികടന്ന് മുക്തിയുടെ 3 പടികളും താണ്ടിക്കഴിയുമ്പോൾ മുന്നിൽ പ്രത്യക്ഷീഭവിക്കുന്ന ഗുരുരത്നമായ മഹാദേവനാകുന്നു എൻ്റെ കുലദൈവം. ദൈവ തത്വപ്പൊരുളിനെപ്പറ്റി തന്നെയാണ് ഈ പാടലിലും വിചാരം ചെയ്തിരിക്കുന്നത്. ദൈവം അറിവാകുന്നു എന്ന് അസന്ദിഗ്ധമായി സമർത്ഥിച്ചുകൊണ്ടാണ് ഈ പാടൽ ഉപസംഹരിച്ചിരിക്കുന്നത്. 33 മുമ്മൂർത്തികൾ ഭേദമറ്റു. ഈ വരി ആദ്യം വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാം. 33 ദേവതകൾ ഉണ്ടെന്നുള്ള വിശ്വാസവും ത്രിമൂർത്തി സങ്കല്പവും മനനം ചെയ്തറിയുകയും ആ അറിവ് ചിത്തത്തിൽ പ്രതിഷ്ഠിതമായി തീരുകയും ചെയ്യുന്ന അവസ്ഥയിൽ സത്യാന്വേഷകന്റെ മനസ്സിൽ അനുഭവപ്പെടുന്ന ജ്ഞാനാനുഭൂതിയുടെ തെളിമ
വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പ്രയാസമാണ്. 30 മുക്കോടി അറ്റു എന്ന പ്രയോഗത്തിലൂടെ പൗരാണികവും വ്യവസ്ഥാപിതവുമായ മതസങ്കല്പങ്ങളിലെ ദേവതാസങ്കല്പത്തെ മൂല്യനവീകരണം ചെയ്ത് അദ്വൈതപ്പൊരുളിൻ്റെ പ്രകാശം ജ്വലിപ്പിക്കുന്ന ബൗദ്ധിക ചിന്തയ്ക്കാണ് ഗുരുദേവൻ ഇവിടെ തിരികൊളുത്തിയത്. ദേവപദം ജ്ഞാനസ്വരൂപത്തെയാണ് ദ്യോതിപ്പിക്കുന്നത്. 30 മുക്കോടി ദേവന്മാർ ഒരേ അറിവിൻ്റെ തന്നെ 33 വീക്ഷണകോണുകളിൽ നിന്നുകൊണ്ട് കാണുന്ന ഭേദങ്ങളാണ്. പുരാണപ്രോക്തങ്ങളായ 30 മുക്കോടി ദേവന്മാരെ ഒരേ പരമ്പൊരുളിൻ്റെ തന്നെ 33 ഭാവരൂപങ്ങളായി വ്യാഖ്യാനം ചെയ്ത് അറിയാവുന്നതാണ്. ആദ്യമായി ത്രിമൂർത്തികൾ ആരാണെന്നും എന്താണെന്നും പരിശോധിക്കാം. മൂർത്തി എന്ന പദത്തിൻ്റെ വാഗർത്ഥം മൂർത്തമായത്, അതായത് രൂപമുള്ളത് എന്നാണ്. സൃഷ്ടിസ്ഥിതിലയ ധർമ്മങ്ങളുടെ അഥവാ ഉൽപ്പത്തി വൃദ്ധിക്ഷയങ്ങളുടെ നൈരന്തര്യമാണ്, ഇടമുറിയാത്ത തുടർച്ചയാണ് ജഗത് വിലാസ്. നൈസർഗികവും സ്വയം സംഭാവിതവുമായ പ്രക്രിയകളാണ് പ്രപഞ്ചപ്രതീതി ഉളവാക്കുന്നത്. എന്നാൽ ഇപ്രകാരം പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാണ്. അത് മനസ്സിലാക്കിയ ഋഷീശ്വരന്മാർ കൂടിയായിരുന്ന പുരാണകർത്താക്കളും ഇതിഹാസകാരന്മാരും സൃഷ്ടിസ്ഥിതിലയ ധർമ്മങ്ങൾക്ക് ഓരോ അധിഷ്ഠാന ദേവന്മാരെ കൽപ്പിച്ചു. അവർക്ക് യഥാക്രമം ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ പേരുകളും നൽകി. ഈ ദേവന്മാരാണ് ത്രിമൂർത്തികൾ. ഒന്നായ ബ്രഹ്മത്തിൻ്റെ അഥവാ പരംപൊരുളിൻ്റെ 3 ഭാവങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന താത്വിക പുരുഷന്മാരാണിവർ. ഇത്രയും കാര്യങ്ങൾ ചിത്തത്തിൽ ഉറപ്പിച്ചെടുത്താൽ ത്രിമൂർത്തി ഭേദം ഇല്ലാതെയായിത്തീരും. ഇക്കാര്യമാണ് മുമ്മൂർത്തികൾ ഭേദമറ്റു എന്ന് ഗുരു ഈ പാടലിൽ പറഞ്ഞിരിക്കുന്നത്. ത്രിമൂർത്തി സങ്കല്പത്തെ താത്വികമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ 30 മുക്കോടി ദേവന്മാരെയും അതേ ജ്ഞാനതലത്തിൽ പ്രതിഷ്ഠിച്ചിരുത്താൻ പ്രയാസമില്ല. 12 ആദിത്യന്മാരും 11 രുദ്രന്മാരും 8 വസുക്കളും അശ്വിനി ദേവന്മാർ 2 ചേരുന്നതാണ് 33 ദേവന്മാർ. അഗ്നിതത്വത്തിൻ്റെ 12 ഭാവതലങ്ങളെ പ്രതീകവൽക്കരിക്കുന്ന താത്വിക പുരുഷന്മാരാണ് 12 ആദിത്യന്മാർ അഥവാ 12 ആദിത്യന്മാർ. സൂക്ഷ്മവിചാരം ചെയ്തു നോക്കുമ്പോൾ വിശ്വത്തിൻ്റെ അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന ഏകവും അഖണ്ഡവുമായ ഊർജസത്ത അഥവാ പരംപൊരുളാകുന്നു 12 ആദിത്യ സങ്കല്പത്തിലുള്ളത്. 4 പ്രധാന ദിക്കുകളും 4 ഉപദിക്കുകളും തലയ്ക്കുമീതെയുള്ള ഊർധ്വദിക്കും കാലുറപ്പിച്ചു നിൽക്കുന്ന മഹാപ്രതലവും ചേരുന്ന 12 ദിക്കുകൾക്കുള്ളിൽ വിശ്വത്തെ ഒതുക്കാവുന്നതാണ്. അവിടെ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന അഗ്നിപ്രഭാവമാണ് 12 ആദിത്യന്മാർ പ്രതിനിധാനം ചെയ്യുന്നത്. വിശ്വത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ജ്ഞാനാഗ്നിപ്രഭാവമാകുന്നു 12 ആദിത്യ സങ്കല്പത്തിൽ ഋഷിമാർ അന്തർഭവിപ്പിച്ചിരിക്കുന്നതെന്ന് സാരം. 11 ഭാവരൂപങ്ങളോടുകൂടി വർത്തിക്കുന്ന ഏകമായ സൃഷ്ടിന്മുഖ സംഹാര തത്വത്തെയാണ് 11 രുദ്രന്മാരായി ഭാവന ചെയ്തിരിക്കുന്നത്. ഭൗതികതയിലെ 6 അവസ്ഥാഭേദങ്ങളും ആത്മീയതയിലെ 5 അവസ്ഥാഭേദങ്ങളും ചേരുന്ന താത്വിക പൊരുളാകുന്നു 11 രുദ്രപ്രഭാവ പൊരുൾ. സ്ഥിതി, ഉൽപ്പത്തി, വൃദ്ധി, പരിണാമം, അപക്ഷയം, വിനാശം എന്നീ 6 അവസ്ഥകൾ ഭൗതിക സംബന്ധികളാണ്. ദർശനമാലയിലെ കർമ്മദർശനത്തിൽ ഗുരുദേവൻ ഇക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, തുരീയം, തുരീയാതീതം എന്നീ 5 അവസ്ഥകൾ ആത്മസംബന്ധികളാണ്. ബോധമണ്ഡലത്തിലാണ് ഈ 5 അവസ്ഥകൾ അനുഭവവേദ്യമായിത്തീരുന്നത്. അതിസൂക്ഷ്മമായ താത്വിക രഹസ്യമാണ് 11 രുദ്ര സങ്കല്പത്തിൽ അന്തർഭവിപ്പിച്ചിരിക്കുന്നത്. ഭൗതികതയുടെ 8 ഭാവതലങ്ങളെയാണ്
അഷ്ടവസ്തുക്കൾ പ്രതീകവൽക്കരിക്കുന്നത്. 8 ദിക്പാലകന്മാരായും അഷ്ടവസ്തുക്കൾ ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്നു. അശ്വനി ദേവന്മാർ ദേവവൈദ്യന്മാരായ ഇരട്ടകളാണ്. ദേവന്മാർ ജ്ഞാനസ്വരൂപന്മാരായതുകൊണ്ട് അശ്വനി ദേവന്മാരെ ജ്ഞാനസ്വരൂപതയിലെ ദ്വന്ദ്വങ്ങളായി മനസ്സിലാക്കാവുന്നതാണ്. വിദ്യയും അവിദ്യയുമാണ് ജ്ഞാനദ്വന്ദ്വങ്ങൾ. ദേവന്മാർ ത്രിദശന്മാരെന്നും വിശേഷിപ്പിക്കപ്പെടുന്നു. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ 4 ദശാസന്ധികളിലെ മൂന്നാമത്തതായ യൗവനം നിത്യനൂതനമായ ജ്ഞാനപ്രഭാവ പ്രതീകം കൂടിയാണ്. ദേവന്മാരെ ജരാനരകൾ ബാധിക്കാത്തവരായും അമരന്മാരായും ഭാവന ചെയ്തിരിക്കുന്നതിൻ്റെ പൊരുൾ ഇതാണ്. ചുരുക്കി പറഞ്ഞാൽ ത്രിമൂർത്തികളെയും 33 ദേവതത്വങ്ങളെയും സസൂക്ഷ്മം അപഗ്രഥനം ചെയ്തു നോക്കിയാൽ 33 കോടിയറ്റ ആനുഭൂതിക തലത്തിൽ എത്തിച്ചേരാവുന്നതാണ്. 33 കോടി ദേവതാസങ്കല്പം തികച്ചും താത്വികമാകുന്നു എന്ന് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ സാരം. ഏകവും അഖണ്ഡവുമായ പരമ്പൊരുളിൻ്റെ തന്നെ 3ആയും 33ആയുമുള്ള പെരുക്കങ്ങളാണ് 33 കോടി ദേവതാസങ്കല്പത്തിന് നിദാനമായി ഭവിച്ചത്. കോടി എന്ന പദത്തിനിവിടെ വീക്ഷണകോൺ എന്ന അർത്ഥമാണുള്ളത്. സംഖ്യാപരമായ അർത്ഥകൽപ്പന നടത്തുമ്പോഴാണ് ബഹുദൈവ സങ്കല്പമായി ഈ താത്വിക കൽപ്പനയ്ക്ക് പരിണാമം സംഭവിക്കുന്നത്. കർപ്പിതത്വൈത പിരപഞ്ചമാം കാനൽ കമലമറ്റു. ദ്വൈതം കൽപ്പിതമാണ്. അത് എന്നും ഇത് എന്നും അവനെന്നും ഇവനെന്നും ഞങ്ങളെന്നും നിങ്ങളെന്നുമൊക്കെയുള്ള ഭേദം അദ്വൈതബോധം ഉറച്ചു കിട്ടുമ്പോൾ ഇല്ലാതെയായിത്തീരും. അതോടെ പ്രാപഞ്ചികമായ സകലതും ഏകമായ പരബ്രഹ്മത്തിൽ നിന്നും ഉണ്ടായി മറയുന്ന പ്രതീതികൾ മാത്രമാകുന്നു എന്നും വെളിപ്പെട്ട് കിട്ടുന്നതാണ്. കാനൽ ജലത്തിൽ, അതായത് മരുപ്പച്ചയിൽ താമര വളരുകയില്ല എന്ന ബോധം ഉറച്ചു കിട്ടിയാൽ ദ്വൈതചിന്ത സ്വയം അകന്നുപോകും. മുപ്പൊരുൾ, സൃഷ്ടിസ്ഥിതിലയ ധർമ്മപ്പൊരുൾ വെളിപ്പെട്ട് കിട്ടുന്നതോടെ മുപ്പാരിടം അഥവാ ഭൂമി, സ്വർഗം, പാതാളം എന്നീ 3 ലോകസങ്കല്പങ്ങളും അറിവായി വിലയിക്കുന്നതാണ്. അതോടെ സാലോക്യം, സാമീപ്യം, സാരൂപ്യം എന്നീ 3 മോക്ഷപടികളും താണ്ടി സായുജ്യ പദവിയിലേക്കുള്ള പ്രവേശന യോഗ്യത പ്രാപ്തമായി തീരുകയും ചെയ്യും. അപ്പോൾ മുക്കണ്ണനായ ത്രിലോകജ്ഞാനിയായ സാക്ഷാൽ ഗുരുരത്നമായി ശിവൻ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതാണ്. ആ ശിവനെയാണ് ഗുരുദേവൻ ദൈവമായി വാഴ്ത്തി സ്തുതിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് ഈ പാടലിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ തേവാര പതികങ്ങൾ എന്ന കൃതിയിലെ 4ാമത് പതികത്തിലെ 5ാമത് പാടലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. വാക്കു മനമറ്റു വാൻചുടരായി വടി ഒൻറുമറ്റു നോക്കുമിടങ്ങനെരുങ്കി നോക്കുകൊള്ളതിജയമായി ചുക്കുമത്തിർക്കുമതിചുക്കുമമായി ചുയം ചോദിയായി കാക്കുമൻ കാരുണ്യജാലി നമുക്കു കുലദൈവമേ. വാക്കുമനമറ്റു വാൻചുടരായി വടി ഒൻറുമറ്റു നോക്കുമിടങ്ങനെരുങ്കി നോക്കുകൊള്ളതിജയമായി ചുക്കുമത്തിർക്കുമതിചുക്കുമമായി ചുയം ചോദിയായി കാക്കുമൻ കാരുണ്യജാലി നമുക്കു കുലദൈവമേ. വാക്കു മനമറ്റ്, വാക്കിൻ്റെയും മനസ്സിൻ്റെയും വൃത്തികൾ ക്ഷയിച്ച് വാൻചുടരായി
ആകാശജ്യോതിസായി. വടി ഒன்றுമറ്റ് ഒരു രൂപവുമില്ലാതെയായി തീർന്ന് നോക്കുമിടങ്ങൾ നെരുങ്ങി, നോക്കുന്നിടത്തെല്ലാം തിങ്ങി ഞെരുങ്ങി. നോക്കുകൾ അതിജയമായി, വിസ്മയക്കാഴ്ചകളായി, ചുക്കുമത്തിർക്കും അതിചുക്കുമമായി, സൂക്ഷ്മത്തിലും അതിസൂക്ഷ്മമായി. ചുയം ജ്യോതിയായി, സ്വയം ജ്യോതിസായി, കാക്കും കാത്തുരക്ഷിക്കുന്ന എൻ കാരുണ്യശാലി, കാരുണ്യശാലിയായി എനിക്ക് വെളിപ്പെട്ടു കിട്ടുന്നവൻ. നമുക്ക് കുലദൈവമേ, എനിക്ക് കുലദൈവം തന്നെയാണ്. വാക്കുകൊണ്ട് പറഞ്ഞറിയിക്കാനോ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് അറിയിക്കാനോ സാധിക്കാത്ത തരത്തിലുള്ളതും ആകാശജ്യോതിസ്സുപോലെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതും യാതൊരു രൂപമില്ലാത്തതും നോക്കിനും ചിന്തയ്ക്കും എത്താവുന്നിടത്തെല്ലാം തിങ്ങി ഞെരുങ്ങി നിലകൊള്ളുന്നതും വിസ്മയക്കാഴ്ചകളായി അനുഭവപ്പെടുന്നതും സൂക്ഷ്മത്തിലും സൂക്ഷ്മരെ അതിസൂക്ഷ്മമായതിനേക്കാളെല്ലാം അതിസൂക്ഷ്മമായി വർത്തിക്കുന്നതും സ്വയം ജ്യോതിസായി പ്രകാശിക്കുന്നതും സർവത്തെയും കാത്തുരക്ഷിക്കുന്നതുമായി എനിക്ക് വെളിപ്പെട്ട് കിട്ടുന്ന കാരുണ്യശാലിയാണ് എൻ്റെ കുലദൈവം. ഉപനിഷത്തുക്കളിലെ ദൈവസങ്കല്പം തന്നെയാണ് ഗുരുദേവൻ ഈ പാടലിലൂടെ വെളിപ്പെടുത്തി തന്നിട്ടുള്ളത്. വാക്കുമനമറ്റു വാൻസുടരായി, അതായത് വാഗാതീതവും സങ്കല്പാതീതവുമായി വിശ്വജ്യോതിസായി എല്ലായിടത്തും നിറഞ്ഞു കുടികൊള്ളുന്ന പരംപൊരുളായി ദൈവത്തെ ഇവിടെ വാഴ്ത്തിയിരിക്കുന്നു. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ, യാതൊന്നിനെ പ്രാപിക്കാതെ യാതൊരിടത്തു നിന്ന് വാക്കുകൾ മനസ്സിനോടൊപ്പം പിന്തിരിയുന്നു എന്ന ശ്രുതിവാക്യത്തോട് ചേർത്ത് വെച്ച് ഈ പ്രയോഗത്തെ മനനം ചെയ്യാവുന്നതാണ്. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം, ഇതിനെ ചിലർ ആശ്ചര്യവത്തായി തന്നെ കാണുന്നു എന്ന ഗീതാവാക്യത്തിലും ഇതേ ആശയമാണ് സന്നിവേശിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ ചുക്കുമത്തിർക്കും അതിചുക്കുമമായി എന്ന പ്രയോഗത്തിൽ കഠോപനിഷത്തിലെ അണിയോരണിയാൻ മഹതോ മഹീയാൻ, അതായത് അണുവിനേക്കാൾ അണുവും മഹത്തിനേക്കാൾ മഹത്തും എന്ന ആശയവും സന്നിവേശിപ്പിച്ചിരിക്കുന്നു. ദ്രാവിഡ വേദത്തിൻ്റെയും സംസ്കൃത വേദത്തിൻ്റെയും അകപ്പൊരുൾ ഒന്നു തന്നെ എന്ന വസ്തുതാപരമായ സത്യം ഈ പാടലിലൂടെ സമർത്ഥിച്ചിരിക്കുന്നു. സർവാധാര ജ്യോതിസ്സും സൃഷ്ടിന്മുഖ സംഹാര പൊരുളുമായ പരമേശ്വരനെയാണ് താൻ ദൈവമായി ദർശിക്കുന്നത് എന്ന സമർത്ഥനത്തോടുകൂടി ഗുരുദേവൻ ഈ പാടൽ ഉപസംഹരിച്ചിരിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ തേവാരപ്പതികങ്ങൾ എന്ന കൃതിയിലെ 4-ാമത് പതികത്തിലെ 6-ാമത് പാടലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. വിരുത്തിയിൽ തോன்றി വിരികിன்ற വിസുവപ്പിരമனைத்தும் വിരുത്തിയിനുള്ളേ ലയിപ്പിത്ത് വിരുത്തി ചത്തി കലർന്ന് വിരുത്തിയ വിരുത്തികളറ്റു വിറകറ്റരി ചുടർ പോൽ ചത്തുചിത്താനന്ദ പൂരണ ചെൽവൻ ചെയ്യാൻ നമുക്കേ. വിരുത്തിയിൽ തോன்றി വിരികിன்ற വിസുവപ്പിരമனைத்துം വിരുത്തിയിനുള്ളേ ലയിപ്പിത്ത് വിരുത്തി ചത്തി കലർന്ന് വിരുത്തിയ വിരുത്തികളറ്റ് വിറകറ്റരി ചുടർ പോൽ
ചത്തുചിത്താനന്ദ പൂരണ ചെൽവൻ ജയ നമുക്കേ. വിരുത്തിയിൽ തോன்றി. വിരുത്തി എന്ന് പറഞ്ഞാൽ അന്ധക്കരണമാണ്. വിരുത്തിയിൽ തോன்றി അന്ധക്കരണേന്ദ്രിയങ്ങളുടെ വൃത്തിയിൽ തോന്നൽ ജനിപ്പിച്ചുകൊണ്ട് വിരികിൻറ വിരിഞ്ഞ് വിലസുന്ന വിസുവപ്പിരമം വിശ്വപ്രഭം അനൈത്തും മൊത്തമായി വിരുത്തിയിനുള്ളേ ലയിപ്പിത്ത് വൃത്തികൾക്കുള്ളിൽ ലയിപ്പിച്ച് വിരുത്തി ചത്തി കലർന്ന് വൃത്തിശക്തിയിൽ കലർന്ന് വിരുത്തിയ പലതായി പിരിഞ്ഞ് ലസിക്കുന്ന വിരുത്തികളറ്റ് വൃത്തികളെയെല്ലാം ഇല്ലാതെയാക്കി വിറകറ്റ എരിചുടർ പോൽ വിറകെല്ലാം കത്തിത്തീർന്ന അഗ്നി പോലെ ചത്തുചിത്താനന്ദ പൂരണച്ചെൽവം നമുക്കേ. സച്ചിദാനന്ദ പൂർണ്ണമായ സമ്പത്ത് ജയിക്കുവാൻ നേടുവാൻ നമുക്ക് നമുക്കേ എന്ന് പറഞ്ഞാൽ ജയിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇവിടെ ഗുരു നമുക്ക് എന്നുള്ള ആ ഒരു പ്രയോഗം സ്വയം സംബോധന ഭാവത്തിലാണ് പ്രയോഗിച്ചിരുന്നത്. അതുകൊണ്ടിവിടെ എനിക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ഗുരു നടത്തുന്ന പ്രാർത്ഥനയായി മനസ്സിലാക്കാം. ഈ പാടലിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്: അന്ധക്കരണേന്ദ്രിയ വൃത്തികളിൽ തോന്നൽ ജനിപ്പിച്ചുകൊണ്ട് വിരിഞ്ഞു വിലസുന്ന വിശ്വപ്രപഞ്ചത്തെ അഥവാ വിശ്വഭ്രമത്തെ മൊത്തമായി വൃത്തികൾക്കുള്ളിൽ ലയിപ്പിച്ച് വൃത്തിശക്തിയിൽ കലർന്ന് പലതായി പിരിഞ്ഞു ലസിക്കുന്ന വൃത്തികളെ എല്ലാം ഇല്ലാതെയാക്കി വിറകറ്റ കനൽ പോലെ ജ്വലിക്കുന്ന സച്ചിദാനന്ദപൂർണമായ സമ്പത്ത് നേടുവാൻ എനിക്ക് സാധിക്കുമാറാകട്ടെ. ഇന്ദ്രിയങ്ങളുടെയും അന്ധക്കരണങ്ങളുടെയും വൃത്തികൾ മൂലമാണ് പ്രപഞ്ചാനുഭവമുണ്ടാകുന്നത്. പ്രപഞ്ചാനുഭവങ്ങൾ തന്നെയാണ് വിശ്വഭ്രമത്തെ ഉളവാക്കുന്നത്. അതുകൊണ്ട് വിശ്വഭ്രമത്തെ മുഴുവനും മനനത്തിലൂടെ അന്തർമുഖമാക്കി തീർത്താൽ സർവപ്രാപഞ്ചികാനുഭവങ്ങളെയും വൃത്തിശക്തിയിൽ കലർത്തി ലയിപ്പിച്ച് ജ്ഞാനപ്രകാശമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. ആ നിലയിൽ എത്തിച്ചേരുന്ന ജ്ഞാനയോഗിയുടെ മനസ്സ് വിറകില്ലാതെ എരിയുന്ന അഗ്നി പോലെ കേവലപ്രകാശം മാത്രമായി പരിണമിക്കും. അതാണ് സച്ചിദാനന്ദാനുഭവത്തിൻ്റെ പൂരണച്ചെൽവം. ആ അനുഭവത്തെ യാഥാർത്ഥ്യമാക്കി തീർക്കാൻ തനിക്ക് സാധിക്കുമാറാകണമേ എന്നാണ് ഗുരു പ്രാർത്ഥിച്ചത്. പ്രാപഞ്ചികാനുഭവങ്ങൾ സുഖദുഃഖ സമ്മിശ്രമാണ്. പ്രാപഞ്ചിക വിധാനീയതയിലെ രഹസ്യം അതിനിഗൂഢമാണ്. ചന്ദനമരം വീട്ടുവളപ്പിലുണ്ടെങ്കിൽ പല പ്രകാരത്തിലും അത് നല്ലതാണ്. എന്നാൽ ചന്ദനമരത്തിൽ വിഷസർപ്പങ്ങൾ വസിക്കുമെന്നുള്ളത് കൊണ്ട് അത് ഭീതിജനകം കൂടിയാണ്. ദിവ്യവൃക്ഷമായ ചന്ദനത്തിൽ പ്രകൃതി എന്തിനാണ് വിഷസർപ്പത്തെ കൂടി കുടി ഇരുത്തിയത്, അല്ലെ വിഷസർപ്പത്തിനു കൂടി കുടി ഒരുക്കിയത് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ വിഷമമാണ്. ഭൂമിയിൽ മനുഷ്യർക്കുള്ള അവകാശങ്ങളെല്ലാം സർവജീവികൾക്കുമുണ്ട് എന്ന് സമാധാനിക്കുകയേ നിർവാഹമുള്ളൂ. പ്രാപഞ്ചികമായ സർവത്തിൻ്റെയും നില ഇതുപോലെയാണ്. ചിന്തന വിചിന്തനങ്ങളിലൂടെയും മറ്റും ഇക്കാര്യം ബോധ്യപ്പെട്ടു കിട്ടുന്നതാണ്. അതിനായി ബാഹ്യേന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കി തീർക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്താൽ ബോധവൃത്തികൾ അന്തരംഗത്തിൽ വിലയം പ്രാപിക്കും. അപ്പോൾ വൃത്തികളെല്ലാം കേവലജ്ഞാനത്തിൽ വിലയിച്ച് അമരുകയും ചെയ്യും. ആ അവസ്ഥയെയാണ് വിറകില്ലാതെ എരിയുന്ന സ്വയം ജ്യോതിസായ അഗ്നിയോട് ഗുരുദേവൻ ഉപമിച്ചത്. അവിടെ സച്ചിദാനന്ദാനുഭൂതി യാഥാർത്ഥ്യമായിത്തീരുന്നു. ആ അനുഭൂതിയുടെ നിറവിൽ അമരാൻ സാധിച്ചാൽ അതിൽ പരം മറ്റെന്താണ് ജീവിതത്തിൽ നേടാനായി അവശേഷിക്കുന്നത്? മനുഷ്യജീവിതത്തിൽ ലഭിക്കാവുന്ന
ഏറ്റവും വലിയ സമ്പത്താണത്. ആ സമ്പത്തിനെയാണ് ഗുരുദേവൻ സച്ചിദാനന്ദ ചെൽവം എന്ന് വിശേഷിപ്പിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ തേവാര പതികങ്ങൾ എന്ന കൃതിയിലെ 4-ാമത് പതികത്തിലെ 7-ാമത് പാടലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പിരമസ്വരൂപം പിരമം കൊണ്ടു ഭേദപ്പെടുത്തിനാൽ കരുമടർ പിരാരബ്ധ കരുമത്തിനാൽ കരി കണ്ടതുപോൽ കരുമക്കുരുടർ കരം കൊണ്ടു കട്ടിപ്പിടിപ്പതിനോ കരുമിച്ചിടുന്നു കരുണാകര കതിയെന്നവർക്കേ. പിരമസ്വരൂപം പിരമം കൊണ്ടു ഭേദപ്പെടുത്തിനാൽ കരുമടർ പിരാരബ്ധ കരുമത്തിനാൽ കരി കണ്ടതുപോൽ കരുമക്കുരുടർ കരം കൊണ്ടു കട്ടിപ്പിടിപ്പതിനോ കരുമിച്ചിടുന്നു കരുണാകര കതിയെന്നവർക്കേ. പിരമസ്വരൂപ, പ്രമയുടെ സ്വരൂപം. പിരമ എന്ന് പറഞ്ഞാൽ പ്രമ എന്നാണ് അർത്ഥം, അതായത് യഥാർത്ഥ ജ്ഞാൻ. പിരമം കൊണ്ട് ഭേദപ്പെടുത്തിനാൽ, ഭ്രമത്താൽ ഭേദപ്പെടുത്തുക മൂലം, കരുമടർ കർമ്മഠന്മാർ, അതായത് കർമ്മങ്ങളിൽപ്പെട്ട് ഉഴറി ജ്ഞാനം നശിച്ചവർ, പിരാരബ്ധ കരുമത്തിനാൽ പ്രാരബ്ധകർമ്മത്തിനാൽ കരി കണ്ടതുപോൽ, കുരുടന്മാർ ആനയെ കണ്ടതുപോലെ, കരുമക്കുരുടർ കർമ്മബന്ധിതരായ അജ്ഞാനികൾ കരം കൊണ്ട് കൈകൊണ്ട് കട്ടിപ്പിടിപ്പതിനോ കരുമിച്ചിടുന്നു, കെട്ടിപ്പിടിക്കാനാണോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കരുണാകര, കരുണയുടെ ആകാരം പൂണ്ടവനെ, കതി എൻ അവർക്കേ, അവർക്കെന്ത് ഗതിയാണുള്ളത്. ഈ പാടലിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്: സദാസമയവും കരുണയെ ചെയ്തുകൊണ്ടിരിക്കുന്നവനും കരുണാകാരം പൂണ്ടവനുമായ ദേവ, അറിവിൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ മനസ്സിലാക്കാതെ ഭ്രമബുദ്ധിയാൽ പലതിനെ സത്യമായി ധരിച്ച് ഉഴറുന്ന കർമ്മഠന്മാർ, കർമ്മബന്ധത്താൽ മറയ്ക്കപ്പെട്ട ജ്ഞാനത്തോടു കൂടിയവർ പ്രാരബ്ധകർമ്മങ്ങളിൽ പെട്ടുഴറുന്നു. ആനയെ കണ്ട അന്ധന്മാരെ പോലെ അവർ കർമ്മത്തെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ആ തെറ്റായ ധാരണ ശരിയാണെന്ന് കരുതി തെറ്റായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ഭഗവാനെ, ഈ കൂട്ടരുടെ ഗതി എന്താണ്, എന്താകുമോ ആവൂ. ഞാൻ അറിവില്ലാത്തവനാകുന്നു എന്ന സ്വയം തിരിച്ചറിവാണ് അറിവിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടി. പ്രാരബ്ധകർമ്മങ്ങൾ ഈ തിരിച്ചറിവിന് തടസ്സമായി നിലകൊള്ളുന്നു. അക്കാരണത്താൽ അന്ധന്മാർ ആനയെ കണ്ടതുപോലെ തെറ്റിദ്ധാരണകളും പേറി ജനങ്ങൾ നട്ടം തിരിയുന്നു. പ്രചുരപ്രചാരം നേടിയ ഒരു ദൃഷ്ടാന്ത കഥയെ, അന്ധന്മാർ ആനയെ കണ്ട കഥയെ പരാമർശിച്ചുകൊണ്ട് ഗുരുദേവൻ കർമ്മകാണ്ഡ വിധികളിലെ ദോഷവശങ്ങൾക്കു നേരെ വിമർശനശരങ്ങൾ തൊടുത്തുവിട്ടിരിക്കുന്നു. ബ്രഹ്മസത്തയുടെ യഥാർത്ഥ സ്വരൂപത്തെ തിരിച്ചറിയാൻ ശ്രമിക്കാതെ പൗരോഹിത്യത്തിൻ്റെ കെണികളിൽപ്പെട്ട് ജീവിതം പാഴാക്കിക്കളയുന്ന പൊതുജനങ്ങളുടെ പരിതാപകരമായ അവസ്ഥയെ വിശകലനം ചെയ്തറിഞ്ഞ ഗുരുദേവൻ പറയുന്നു: കർമ്മഠന്മാർ ഭ്രമം മൂലം പരബ്രഹ്മത്തെ തെറ്റിദ്ധരിച്ച് വൈദിക കർമ്മങ്ങളിൽ ആകൃഷ്ടരായി പോകുന്നതിനുള്ള കാരണം അവർ പ്രാരബ്ധങ്ങളിൽ ബദ്ധിതരാകുന്നു എന്നുള്ളതാണ്. പാരമ്പര്യമായി കൈമാറിക്കിട്ടിയ വികലമായ ദൈവബോധമാണ് അവരെ ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള മതസ്ഥാപനങ്ങളിൽ വഴിപാടുകൾ നടത്തിയും ഹോമാദി കർമ്മങ്ങൾ ഉൾപ്പെടുന്ന പൂജകൾ നടത്തിച്ചും ജീവിത ദുഃഖങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാവും
എന്നും ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കാൻ സാധിക്കും എന്നുമുള്ള വിശ്വാസം അവരിൽ വേരുറച്ചു കഴിഞ്ഞു. യഥാർത്ഥ ജ്ഞാനം അവർക്കെന്നും അപ്രാപ്യമായി അവശേഷിക്കുന്നു. ആനയെ തപ്പി മനസ്സിലാക്കിയ കുരുടന്മാരെ പോലെ അവർ തർക്കിച്ച് തമ്മിൽ അടിക്കുന്നു. കുരുടന്മാർ ആനയെ കണ്ട ദൃഷ്ടാന്തകഥ ഇവിടെ ഉദ്ധരിക്കാം. പണ്ടൊരിടത്ത് ആത്മസുഹൃത്തുക്കളായ 6 കണ്ണുപൊട്ടന്മാരുണ്ടായിരുന്നു. സമീപത്തുള്ള ക്ഷേത്രത്തിൽ എഴുന്നള്ളത്തിനായി ഇണക്കമുള്ള ഒരു കൊമ്പനാനയെ കൊണ്ടുവന്നിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ ആ ആനയെ അടുത്തറിയണമെന്ന മോഹം അവർക്കുണ്ടായി. പാപ്പാൻ അവർക്ക് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. കുരുടന്മാർ 6 പേരും ആനയെ തപ്പി നോക്കി അതിനെ അറിയാനുള്ള ശ്രമത്തിലേർപ്പെട്ടു. അവരിൽ ഒന്നാമൻ ആനയുടെ തുമ്പിക്കൈ തലോടി ഏറെ നേരം നിന്നതിന് ശേഷം വിളിച്ചു പറഞ്ഞു, കൂട്ടുകാരെ, ഞാൻ ആനയെ ശരിക്കും തൊട്ടറിഞ്ഞു. ഇവൻ പെരുമ്പാമ്പിനെ പോലെയുള്ള ഒരു പെരുത്ത ജന്തുവാണ്. അവൻ്റെ വാക്കുകൾ കേട്ട് ആനവാലിൽ പിടിച്ച് പരിശോധന നടത്തിക്കൊണ്ടിരുന്ന രണ്ടാമൻ പറഞ്ഞു, പോടാ മണ്ടച്ചാരെ, കട്ടിനൂലറ്റത്ത് പിടിപ്പിച്ച ചൂലിൻ്റെ ചേലുള്ള ജന്തുവല്ലേടാ ഈ ആന. അത് കേട്ട് ആനയുടെ കാലിൽ തടവിക്കൊണ്ടിരുന്ന മൂന്നാമൻ പറഞ്ഞു, നിങ്ങൾക്ക് 2 ആൾക്കും തെറ്റി. മിനുമിനുത്ത ഉരുണ്ടു തടിച്ച തൂണുപോലെയാടാ പൊട്ടന്മാരെ ആനയിരിക്കുന്നത്. മൂന്നാമൻ്റെ വാക്കുകൾ കേട്ട് ആനയുടെ പള്ളവയർ തപ്പിക്കൊണ്ടിരുന്ന നാലാമൻ പറഞ്ഞു, പോയിനടാ പോഴന്മാരെ, മിനുമിനുത്ത വിശാലമായ ഭിത്തി പോലെയാ ഞാൻ ഈ ആനയെ കണ്ടത്. നാലാമൻ്റെ വാക്കുകൾ കേട്ട് അഞ്ചാമൻ പറഞ്ഞു, അല്ലേ അല്ല, ഞാൻ നോക്കിയിട്ടിവൻ ലക്ഷണമൊത്ത ഒരു വാളിൻ്റെ ആകൃതിയോട് കൂടിയ ജന്തുവാണ്. ആനക്കൊമ്പിൽ തടവി അവൻ ആ രൂപം മനസ്സിൽ ഉറപ്പിച്ചെടുക്കുന്നുണ്ടായിരുന്നു. ആനച്ചെവിയിൽ പിടിച്ച് രസിച്ചുകൊണ്ടിരുന്ന ആറാമൻ പറഞ്ഞു, ഈ പൊട്ടന്മാരുടെ ഒരു കാര്യമേ, ലക്ഷണമൊത്ത മുറം പോലെയുള്ള ആനയെപ്പറ്റി എന്തൊക്കെ വിഡ്ഢിത്തരങ്ങളാണ് ഇവന്മാർ വിളിച്ചു പറയുന്നത്. കുരുടന്മാർ 6 പേരും ആനയെ ശരിയായി മനസ്സിലാക്കാതെ അവരവരുടെ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. അവസാനം തർക്കം ഉന്തിലും തള്ളിലും കശപിശയിലും ചെന്ന് കലാശിച്ചു. ആന അസഹ്യതയോടുകൂടി ചെറുതായൊന്ന് ചീറി. പാപ്പാൻ ബലപ്രയോഗം നടത്തി കുരുടന്മാരെ അകറ്റിവിട്ടു. ഈ ദൃഷ്ടാന്തകഥയിലെ കുരുടന്മാരെ പോലെയാണ് ദൈവത്തെ ചൊല്ലി അജ്ഞാനികൾ തർക്കിച്ച് ബഹളമുണ്ടാക്കുന്നത്. കർമ്മക്കടലിനെ കൈകൊണ്ട് ചിറകെട്ടി തടയാമെന്ന് കരുതുന്ന കർമ്മകാണ്ഡികളുടെ ഗതി എന്താണ് കരുണാകരാ എന്ന് സ്വയം അത്ഭുതം കൂറിക്കൊണ്ട് ഗുരുദേവൻ ഈ പാടൽ ഉപസംഹരിച്ചിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ പാടലിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ തേവാരപ്പതികങ്ങൾ എന്ന കൃതിയിലെ 4ാമത് പതികത്തിലെ 8ാമത് പാടലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. എല്ലാം അവൻ ചെയ്യലെன்றമക്കുള്ളൊരെളുതരുളാൽ ചൊല്ലാമർ ചൊല്ലിയ ചുക്കുമ ചുകപ്പൊരുട്ടുവെളിയിൽ 1000 കോടി അണ്ടം പല്ലി കൊടുത്ത പുവിയർ ചെല്ലാതു ജന്മ നിവിരുത്തി വരുമോ ശിവദൈവമേ. എല്ലാം അവൻ ചെയ്യലെன்றമക്കുള്ളൊരെളുതരുളാൽ ചൊല്ലാമർ ചൊല്ലിയ ചുക്കുമ ചുകപ്പൊരുട്ടുവെളിയിൽ 1000 കോടി അണ്ടം പല്ലി കൊടുത്ത പുവിയർ ചെല്ലാതു ജന്മ നിവിരുത്തി വരുമോ ശിവദൈവമേ. എല്ലാം അവൻ ചെയ്യൽ എന്ന്, എല്ലാം അവൻ്റെ ചെയ്തിയാണെന്ന് നമുക്കുള്ള ഒരു എളിത് അരുളാൽ, എളിയ ഒരു ചൊല്ലുകൊണ്ട്, ചൊല്ലാമർ ചൊല്ലിയ പറയാതെ പറഞ്ഞ ചുക്കുമ ചുകപ്പൊരുട്ടുവെളിയിൽ സൂക്ഷ്മമായ
ആനന്ദപ്പൊരുളിൻ്റെ തൂവെളിച്ചത്തിൽ പല്ലായിരം കോടി, അനേകായിരം കോടി അണ്ടം പലികൊടുത്ത് അണ്ടങ്ങളോടുകൂടിയ ബ്രഹ്മാണ്ടത്തെ ബലികഴിച്ച്, അഥവാ പരമാനന്ദപ്പൊരുളിൽ വിലയിപ്പിച്ച്, അപ്പുവീർ ആ ജ്ഞാനഭൂമികയിൽ ചെന്നെത്താതെ അല്ലെ ആ ജ്ഞാനഭൂമികയെ പ്രാപിക്കാതെ ജന്മനിവൃത്തി വരുമോ ശിവദൈവമേ, ജന്മനിവൃത്തി വരുമോ ശിവഭഗവാനെ. എല്ലാം അവൻ്റെ ചെയ്തികളാണെന്ന് നമ്മൾ ചുരുക്കി പറയുന്ന ചൊല്ലിൻ്റെ പൊരുൾ അതിഗഹനമാണ്. അദ്വൈത പൊരുളിൻ്റെ അതിസൂക്ഷ്മവും പരമാനന്ദ സ്വരൂപവുമായ അനുഭൂതിയിൽ എത്തിച്ചേർന്ന ശിവയോഗിയുടെ ആനുഭൂതിക നിലയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ആ തൂവെളിയിൽ അനേകായിരം കോടി അണ്ടങ്ങൾ ചേരുന്ന ബ്രഹ്മാണ്ടം വിലയിച്ചു പോകുന്നു. ആനുഭൂതികമായ ആ ഭൂമികയിൽ അഥവാ ആനുഭൂതികമായ തലത്തിൽ ചെന്നെത്താതെ ആർക്കെങ്കിലും ജന്മനിവൃത്തി ഉണ്ടാകുമോ ശിവഭഗവാനെ? ഈ പാടലിലെ എളിതരുളാൾ എന്ന പദത്തിൻ്റെ അർത്ഥം ലളിതമായ ചൊല്ലിലൂടെ എന്നാണ്. അതിഗഹനമായൊരു ആശയത്തെ ലളിതമായി അവതരിപ്പിക്കുന്ന വായ്മൊഴിയാണ് ചൊല്ല്. അന്ധന്മാർ ആനയെ തപ്പി അറിഞ്ഞതുപോലെ വൈദിക കർമ്മങ്ങളെപ്പറ്റി അല്പജ്ഞാനം നേടിയ ആളുകൾ യാഗയജ്ഞാദികളെ പ്രകീർത്തിക്കുകയും അനുഷ്ഠിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് കണ്ട് ഇവരുടെ ഗതി എന്താകുമോ എന്ന് പരിതപിക്കുന്ന ഗുരുമനസ്സിൻ്റെ തുടർ ചിന്തകളാണ് ഈ പാടലിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എല്ലാം അവൻ ചെയ്യൽ, സർവം ബ്രഹ്മകൃതം എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. അദൃശ്യവും അനിർവചനീയവുമായ വിശ്വവിധാനീയ ശക്തിയെ പ്രകീർത്തിക്കുന്ന ജ്ഞാനിക്ക് അതിൽ ഗുണദോഷങ്ങളോ തെറ്റുകുറ്റങ്ങളോ ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല. സർവത്തെയും അറിവിൻ്റെ തലത്തിലേക്ക് ഉയർത്തി പരിണാമപ്പെടുത്തി അനുഭവിക്കുമ്പോഴുണ്ടാകുന്ന ആനന്ദാനുഭൂതിയെ ജനിപ്പിക്കുന്ന തൂവെളിച്ചം പരന്നൊഴുകുന്ന ജ്ഞാനഭൂമികയിൽ എത്തിച്ചേരാൻ അനേകായിരം കോടി അണ്ടങ്ങൾ അഥവാ പ്രപഞ്ച വസ്തുക്കൾ ബലികഴിക്കേണ്ടതുണ്ട്. പ്രാപഞ്ചികതയെ അറിവിൽ വിലയിപ്പിക്കുന്ന ബോധവൃത്തിയെയാണ് ഇവിടെ ബലി എന്ന് പറഞ്ഞിരിക്കുന്നത്. അനേകായിരം സൂക്ഷ്മാണ്ടങ്ങളുടെ യോഗഭൂമികയാകുന്നു ബ്രഹ്മാണ്ടം എന്നും അറിവിൻ്റെ രൂപത്തിലല്ലാതെ മറ്റൊരു രൂപത്തിലും ഈ സത്യം ബോധ്യപ്പെടുകയില്ല എന്നും ആ ബോധ്യം അനുഭവതലത്തിലെത്തുമ്പോഴുണ്ടാകുന്ന ആനന്ദാനുഭൂതിയുടെ തൂവെളിച്ചത്തിൽ പ്രാപഞ്ചികമായ സർവ്വതും വിലയിച്ചമരുന്നു എന്നും ജന്മനിവൃത്തി അവിടെ സാധ്യതമായി തീരുന്നു എന്നുമാണ് ഈ പാടലിൽ പറഞ്ഞിരിക്കുന്നത്. അനുഭവിയും അനുഭവവും ഒന്നായിത്തീരുന്ന അവസ്ഥയാണ് ജന്മനിവൃത്തിപദം. ഞാനെന്നും എൻ്റേതെന്നുമുള്ള അവകാശവാദം അസ്തമിക്കുന്ന ബോധതലമാണത്. 6 അടി മണ്ണിന് താൻ അവകാശിയാണെന്ന ചിന്തയ്ക്ക് പോലും അവിടെ സ്ഥാനമില്ല. ഇത്രയും കാര്യങ്ങളാണ് ഈ പാടലിനെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ തേവാരപ്പതികങ്ങൾ എന്ന കൃതിയിലെ 4ാമത് പതികത്തിലെ 9ാമത് പാടലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. എല്ലാമകമകമെൻരേഖബോധം വരുത്തി അതും നില്ലാതു നിന്നിൽ കലത്തി നീയു നാനു മറ്റിടത്ത് തൊല്ലൈ അറുമെன்று തൊന്തരത്തിനിർക്കിടന്തെപ്പൊഴുതും തൊല്ലിത്തൊഴുമെன்றுയരമൊഴിക്ക ചുകക്കടലേ. എല്ലാമകമകമെൻരേഖബോധം വരുത്തി അതും നില്ലാതു നിന്നിൽ കലത്തി നീയു നാനു മറ്റിടത്ത്
தொல்லை அருமென்று தொந்தரத்தை நிற்கிடந்தெப்பொழுதும் தொல்லித் தொழுமென்றுயர மொழிக்க சுகக்கடலே. எல்லாம் அகம் அகம் என்று, എല്ലാം അഹം അഹം എന്ന്, ഞാൻ ഞാൻ എന്ന് ഏകബോധം വരുത്തി, ഏകബോധം വരുത്തി അതും നില്ലാതെ, അതിലും നിലനിൽപ്പില്ലാതാക്കി തീർത്ത്, നിന്നിൽ കലർത്തി, നിന്നിൽ ലയിപ്പിച്ച്, നീയും നാനും മറ്റിടത്ത്, നീയും ഞാനുമെന്ന ഭേദം നശിക്കുന്നിടത്ത്, തൊല്ലൈ അറും എന്ന്, ദുഃഖങ്ങളെല്ലാം നശിച്ചു പോകുമെന്ന്, തൊന്തരത്തിനിർക്കിടന്ത്, സ്വന്തം ബന്ധങ്ങളുടെ സ്വാധീനത്തിൽപ്പെട്ട്, എപ്പോഴും എല്ലായ്പ്പോഴും, തൊല്ലിത്തൊഴും എൻ, ചൊല്ലിത്തൊഴുന്ന എൻ്റെ തുയരം ഒഴിക്ക, ദുഃഖമില്ലാതാക്കിയാലും ചുകക്കടലേ, സുഖക്കടലേ. ഈ പാടലിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്: എല്ലാം ഞാൻ ഞാൻ എന്ന ഏകബോധം ഉറപ്പിച്ചെടുത്ത്, ആ ബോധത്തെയും നിന്നിൽ വിലയിപ്പിച്ച്, ഞാനും നീയും എന്നുള്ള ഭേദവും ഇല്ലാതാക്കി തീർത്താൽ സർവ ദുഃഖങ്ങളും ഇല്ലാതായിത്തീരുമെന്ന് വിശ്വസിച്ച്, സ്വന്തം ബന്ധങ്ങളുടെ, അതായത് മമതാബന്ധങ്ങളുടെ പിടിയിൽപ്പെട്ടുഴറുന്ന ഞാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും: സുഖക്കടലേ, എൻ്റെ ദുഃഖങ്ങളെയെല്ലാം ഇല്ലാതാക്കി തരയണമേ. ജ്ഞാനസാധനയിലൂടെ നിത്യദുഃഖവിമുക്തി നേടിയെടുക്കേണ്ട വിധമാണ് ഈ പാടലിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എല്ലാം ഞാൻ എന്ന ബോധം ഉറപ്പിച്ചെടുത്തതിന് ശേഷം ആ ബോധത്തെ പൂർണ്ണമായും ബ്രഹ്മത്തിൽ വിലയിപ്പിക്കണം എന്നാണ് പാടലിൻ്റെ ആദ്യ പകുതിയിൽ പറഞ്ഞിരിക്കുന്നത്. താൻ ഉൾപ്പെടാത്തതായി ഇവിടെ യാതൊന്നുമില്ല, അഥവാ അഹം ഏവേദം സർവം എന്ന ആനുഭൂതിക ജ്ഞാനം, അത് ഉറപ്പിച്ചെടുക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് തികച്ചും ഔപനിഷദമായ അനുഭൂതിക ജ്ഞാനമാണ്. തന്നിൽ നിന്നന്യമല്ലാതെ എന്നു കാണുന്ന സർവവും, അന്നേതു മോഹം, അന്നേതു ശോകം ഏകത്വദൃക്കിന് എന്ന ഈശാവാസ്യ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന നില ആനുഭൂതികമായി കൈവരിക്കണം എന്നാണ് ഇവിടെ ഉപദേശിച്ചിരിക്കുന്നത്. ആ നില ഉറച്ചു കിട്ടിയാൽ ദ്വന്ദ്ങ്ങളറ്റ അനുഭൂതിക ജ്ഞാനം സംസിദ്ധമായി തീരുന്നതാണ്. ഏകവും അഖണ്ഡവുമായ പരംപൊരുളിനാൽ വിശ്വം നിറയപ്പെട്ടിരിക്കുന്നു എന്നും, താനും ആ പരമ്പൊരുളിൻ്റെ ഭാഗമാകുന്നു എന്നും, തനിക്ക് സ്വന്തമായ ഉണ്മയില്ല എന്നും ഉറച്ച വിശ്വാസമുള്ള സത്യസാധകൻ സർവദുഃഖ വിമുക്തനായി ഭവിക്കുന്നു. പ്രായോഗിക അദ്വൈതബോധം ശൈവോപാസനയിലൂടെ എങ്ങനെ നേടിയെടുക്കാം എന്നാണ് ഇവിടെ ഉപദേശിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ പാടലിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ തേവാര പതികങ്ങൾ എന്ന കൃതിയിലെ 4ാമത് പതികത്തിലെ 10ാമത്തെയും അവസാനത്തേതുമായ പാടലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പൂരണ ചത്തേല ചർപ്പാദമറ്റു പുരാതനമാം കാരണമറ്റു കരുവറ്റു കാരിയ ചങ്കർപ്പമറ്റു താരണയും വിട്ടു തത്തുവമ്പുതൈന്തത്തുവിത പൊരുളാം മാരണം കൊട്ടി അടിയറ്റ രൂപമെൻ ദൈവതമേ. പൂരണ ചത്തില ചെർപ്പാദമറ്റു പുരാതനമാം
കാരണമറ്റു കരുവറ്റു കാരിയ ചങ്കർപ്പമറ്റു താരണയും വിട്ടു തത്തുവമ്പുതയിന്തത്തുവിധ പൊരുളാം മാരണം കൊട്ടി അടിയറ്റ രൂപമെൻ ദൈവതമേ. പൂരണചത്തിൽ, സത്തിന്റെ പൂർണ്ണതയിൽ, അചർപ്പാദമറ്റു, അസത്തിന്റെ ബാധ ഇല്ലാതെയായി, പുരാതനമാം കാരണമറ്റു, ആദികാരണവും ഇല്ലാതെയായി, കരുവറ്റു, കാരണത്തിൽ നിന്നും കാര്യം വെളിപ്പെട്ട് കിട്ടുന്നതിനുള്ള കരുവുമില്ലാതെയായി, കാര്യ ചങ്കർപ്പമറ്റു, കാര്യസങ്കല്പമില്ലാതെയായി, താരണയും വിട്ടു, ധാരണകളുമില്ലാതെയായി, തത്വം പുതൈന്ത്, തത്ത് ത്വം എന്നീ പദങ്ങളുടെ പൊരുളിൽ പുതഞ്ഞ് അദ്വൈത പൊരുളാം, അദ്വൈത പൊരുളാകുന്ന മാരണം കൊട്ടി, കർമ്മങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് അടിയറ്റ രൂപം, നിരാധാര സ്വരൂപം, എൻ ദൈവമേ, എൻ ദൈവതമേ. ദൈവതം എന്ന് പറയാൻ ദൈവതമാണ്. അപ്പോൾ ഇപ്രകാരമെല്ലാമുള്ള ദൈവതമാകുന്നു എൻ്റെ ദൈവതം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ പാടലിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്: സത്തിൻ്റെ പൂർണ്ണതയിൽ അസത്തിൻ്റെ ബാധയൊഴിഞ്ഞ് ആദികാരണവും കാരണക്കരുവും കാര്യസങ്കല്പവുമില്ലാതെയായി, ധാരണകളെല്ലാം വിട്ടൊഴിഞ്ഞ് തത്, ത്വം എന്നീ പദങ്ങളുടെ പൊരുളിൽ വിലയിച്ച് അദ്വൈതബോധം ഉറച്ചു കിട്ടുമ്പോൾ വെളിപ്പെട്ടു വരുന്ന നിഷ്ക്രിയനും നിരാധാര സ്വരൂപതയോടുകൂടി വിരാജിക്കുന്നവനുമായ ജ്ഞാനമൂർത്തിയാകുന്നു എൻ്റെ ദൈവതം. കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു എന്ന് ഗുരുദേവൻ ഗദ്യപ്രാർത്ഥനയിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ചിന്തനീയമാണ്. പരമാത്മാവിൽ നിന്നും ഉണ്ടായി അതിൽ തന്നെ വിലയം പ്രാപിക്കുന്ന സ്ഥൂല, സൂക്ഷ്മ, കാരണ സത്താമൂർത്തികളാകുന്നു പ്രാപഞ്ചികമായ സകലതുമെന്ന ബോധം ഉറപ്പിച്ചു തരുന്നത് ജ്ഞാനമാണ്. ആ ജ്ഞാനം തന്നെയാകുന്നു പരമാത്മപ്രഭാവം. ആ പ്രഭാവത്തിൽ നാം വിലയം പ്രാപിക്കുന്ന അവസ്ഥയെയാണ് സത്തിൻ്റെ പരിപൂർണത എന്ന് പറയുന്നത്. അവിടെ അസത്തിൻ്റെ നിഴലാട്ടം പോലും ഉണ്ടാവില്ല. അറിവും അറിയൽ പ്രക്രിയയും അറിയുന്നവനും എന്ന ഭേദം ഇല്ലാതെയായിത്തീരുന്ന, അഥവാ ത്രിപുടി മുടിഞ്ഞ അവസ്ഥയാണ് സത്തിൻ്റെ പരിപൂർണത. ആനുഭൂതികമായ ഈ തലത്തിൽ മനസ്സ് പ്രതിഷ്ഠിതമായി കഴിഞ്ഞാൽ ദ്വൈതബോധം സ്വയമേവ ഇല്ലാതെയായിത്തീരും. തത്വമസി, അത് നീയാകുന്നു എന്ന ഔപനിഷദ മഹാവാക്യ പൊരുൾ സാർത്ഥകമായി തീരുന്ന ജ്ഞാനനിലയാണത്. ആ നിലയിലേക്ക് എൻ്റെ മനസ്സിനെ ഉയർത്തി പ്രതിഷ്ഠിക്കുന്ന അറിവ് തന്നെയാകുന്നു എൻ്റെ ദൈവതം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗുരുദേവൻ ഈ പദ്യം ഉപസംഹരിച്ചിരിക്കുന്നത്. ദൈവം അറിവാകുന്നു എന്ന ഔപനിഷദ വീക്ഷണത്തെ ഗുരുദേവൻ ഈ പദ്യത്തിലും അടിവരയിട്ട് സമർത്ഥിച്ചിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ പാടലിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.